ആരാ? എന്താ കരയുന്നത്? നമുക്ക് മരിച്ചാ മതി, നമുക്ക് മരിച്ചാ മതി. വാ നമുക്ക് പോവാം. പോകാനോ? ഒരു സ്ത്രീരത്നം മരിക്കാൻ മുമ്പ് പോകാൻ? അല്ല പിന്നെ നമുക്ക് കൂട്ടത്തിൽ മരിക്കാനോ പോകും? ജനിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ മരിക്കാനും അവകാശമുണ്ട്, മൗലിക അവകാശം. താൻ പോ. താനൊന്നില്ലടോ. കാര്യം പറയണം, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പറയണം. ഒരു വണ്ടി പോയാ വേറെ 100 വണ്ടി വരും. ഏത് വണ്ടി? ഞമ്മക്കറിയത്തില്ല. അയ്യോടാ അയ്യോടാ, ഇതൊരാപത്തായല്ലോ. നിങ്ങൾ ആരാ? ഞമ്മള് പാത്തുമ്മ. പാത്തും പതുങ്ങി ഇപ്പൊ എവിടുന്ന് വരുന്നേ? ഞമ്മള് കെട്ടിയാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാ. കാര്യം? നാളെ വെള്ളിയാഴ്ചയാണോ? വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കാ. അതേന്ന്, നമ്മുടെ കെട്ടിയവൻ 7 കെട്ടിയവന്മാരുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരെ തൊഴിക്കും. വെള്ളിയാഴ്ചത്തെ തൊയ് ഞമ്മക്കുള്ളതാ. എടാ എരപ്പാളി, ആഴ്ചക്ക് 10 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ 10 എണ്ണത്തിനെ തൊഴിക്കാമായിരുന്നില്ലടാ. തൊയ് കൊണ്ടുകൊണ്ട് ഞമ്മള് ക്ഷീണിച്ചു. ഒടുക്കം നമ്മുടെ പൊന്നും തുണി എല്ലാം എടുത്തോണ്ട് ഞമ്മൾ ഓടി പോന്നതാ. ഇനി ഞമ്മക്കാ ചെറുത്താനേ വേണ്ട. അത് ശരി. ഇതും ശരി കേട്ടോ പാത്തമ്മ, ഇന്നിനി വണ്ടി നാളെ രാവിലെ വണ്ടിയുണ്ട്. അതുവരെ ഇത്രയും സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് നീ ഇവിടെ നിൽക്കണ്ട. ഇൻസ്പെക്ടർ ഏമാൻ കുടുംബസമേതം ഗുരുവായൂർക്ക് പോയിരിക്കുക. വീടിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. പാത്തുമ്മ ഇന്ന് രാത്രി അവിടെ പാർത്തോട്ടെ. ഞമ്മടെ പെട്ടി ഞമ്മളെ പിടിച്ചോളാം. ധൈര്യമായിട്ട് പോയി. ഞങ്ങളുടെ പുറകെ വന്നോ? വരും ധൈര്യമായിട്ട് വന്നോളി. എന്താ പാത്തുമ്മ, സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പെട്ടി എവിടെയെങ്കിലും വെട്ടി പാത്തുമ്മ. ഞമ്മക്ക് പേടി വരുന്നു. പേടിയോ? കാര്യം? നിങ്ങൾ 2 ആള്, ഞമ്മൾ 1 ആള്. അയ്യോ, ഇവിടെ അങ്ങനെ ബലപരീക്ഷണത്തിലുള്ള പരിപാടിയൊന്നുമില്ല. നേരെ വാ നേരെ പോ, അത്രേ ഉള്ളൂ. പാത്തുമ്മ വല്ലതും കഴിച്ചാ? ഞമ്മള് പത്തിരി ഇറച്ചിയും കഴിച്ചു. അതെന്തായാലും നന്നായി. ഇനി കിടന്നങ്ങ് ഉറങ്ങാമല്ലോ. ഇതിനകത്ത് എങ്ങനെ കിടന്നുറങ്ങും? എന്തൊരു ചൂടാണപ്പാ. എന്നാൽ അതുവരെ നമുക്ക് പുറത്തിരുന്ന് ആ പെട്ടിയോടെ വെച്ച്. അപ്പോഴേ പാത്തുമ്മ ഒരു ചോദ്യം. പാത്തുമ്മ ഏതായാലും വീട് വിട്ടിറങ്ങി എന്റെ കൂടെ താമസിക്കും? അതോ എന്റെ കൂടെ താമസിക്കുന്നു? തുടങ്ങിയാണ് കുഞ്ഞായ്മ. ധൈര്യമായിട്ട് പറ പാത്തുമ്മ. പാത്തുമ്മ ഏതായാലും നമ്മൾ നോക്കിക്കോളാം. ഞാൻ ഒട്ടും മോശമല്ല നോക്കുന്ന കാര്യത്തിൽ. ഞാൻ കെട്ടിക്കോളാം. പാത്തുമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? നിങ്ങൾ 2 പേരും കൂടി കെട്ടാമെന്ന് നമ്മള് പറഞ്ഞു പോവല്ലോ. കുറുപ്പേ, മര്യാദയ്ക്ക് ഒഴിഞ്ഞതാ. അല്ലെങ്കിൽ തന്റെ പഴയ കഥകളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ 2 പേരുടെയും പഴയ കഥകൾ നാട്ടുകാർക്കൊക്കെ അറിയാം. അത് ഇനിയും പറഞ്ഞ് നാറ്റിക്കാതിരുന്നാൽ തനിക്കും എനിക്കും നല്ലത്. പാത്തുമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പൊ പാത്തുമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എന്നോടോ കുറുപ്പിനോടോ? 2 പേരോടും കുറേശ്ശെ തോന്നുന്നു. കുഴഞ്ഞോ? കുറേശ്ശെ ഉള്ളോ? ശരി, നമുക്ക് നാളെ വിട്ടുകളയാം. മുദ്ര വേണോ തല വേണോ? തല വന്നാ പാത്തുമ്മ കുറുപ്പിന്റെ കൂടെ പുറത്തോണം. മുദ്ര വന്നാ എന്റെ കൂടെ പോരണം. സമ്മതമാണോ? സമ്മതമാ. ശരി. വരട്ടെ ഇടാൻ വരട്ടെ. എന്താ ഇനി വേണ്ട, നാളെ ഇട്ടാ മതി. നാളെ ഞമ്മക്ക് നല്ല ദിവസമാ, വെള്ളിയാഴ്ച. ഓ, തൊഴി വെള്ളിയാഴ്ച അല്ലേ? അതല്ലെന്ന്, നിങ്ങളൊന്ന് ക്ഷമിയപ്പാ. ശരി, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പാത്തുമ്മ ആ മുറി പോയി കിടന്ന് തുടങ്ങിക്കോ. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. നേരം വെളുത്ത ഉടനെ നാളെ വിടും. സമ്മതിക്കണേ? സമ്മതമാ. അപ്പോ ഞമ്മള് പോയി ഉറങ്ങട്ടെ. ഓ
മേലുകുറുപ്പേ ഒന്ന് എഴുന്നേക്കണോ, നേരം എടുത്തു നാളെ വിടണ്ടേ? ആ വേണം വേണം, വാ, വാ, വാ. വാ, വാ. പാത്തുമ്മ പാത്തുമ്മ അവൾ എവിടെ പോയി? പഠിക്കണേ, ഈ അലമാരിയിൽ നിന്ന് സ്റ്റീൽ പാത്രം ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? എന്നാ അവൾ അടിച്ചോണ്ട് പോയാ? അതിനാണ് അവൾ ആ പെട്ടിയായിട്ട് വന്നത്. എന്റെ ഭഗവാനെ, ഇൻസ്പെക്ടർ വേമാൻ വരുമ്പോ ഞാൻ എന്തോ സമാധാനം പറയും. എന്റെ തൊപ്പി തെറിച്ചു പഠിക്കണേ. അനങ്ങിപ്പോരും. നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? ഞങ്ങൾ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്നു? അതെ അതെ, ആന. ആനയോ? അതെ, ആന. ഞങ്ങൾ കാർ ഓടിച്ചു വരികയായിരുന്നു. കാടിനടുത്തെത്തിയപ്പോ ഒരു ഒറ്റയായി റോഡ് നടുവ് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് ഓടി. അവൻ കാറ് കുത്തിപ്പൊക്കി കൊക്കയിലേക്ക് എറിഞ്ഞു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു. പ്രാണൻ മാത്രം ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എവിടെ പോണം? ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള പട്ടണത്തിൽ പോയാൽ മതി. ഏതാ വഴി? വരൂ, പോകാം. വേണ്ട, വഴി പറഞ്ഞു തന്നാൽ മതി, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ഏതായാലും നിങ്ങൾ നടന്നലഞ്ഞു വരുന്നതല്ലേ, ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ട് പട്ടണത്തിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണമെന്നില്ല. വെറുതെ എന്തിനു ബുദ്ധിമുട്ടുന്നു? ഞങ്ങൾക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും ഇങ്ങനെ അപകടം സംഭവിക്കാവുന്നതാണ്. വന്നാട്ട് പോവാം. വരൂ, പോവാം. വരണം. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. നിങ്ങൾ ഇതിനകത്ത് വിശ്രമിക്കും. ഞങ്ങൾ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുവരാം. നല്ല വിശപ്പുണ്ടാകും തോന്നുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. വേണ്ടതെല്ലാം ഞങ്ങൾ കൊണ്ടുവരാം. വിശ്രമിക്കൂ. പാടൂ. ആപത്തായെന്നാ തോന്നുന്നു. ഇവർ നമുക്ക് വല്ല വിഷവും തരൂ രാജേട്ടാ? വിഷം തന്നാലും തരക്കേടില്ല. ഇത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവർ ആരാ രാജേട്ടാ? ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായത്? ഗഞ്ചാവ് ചെടികളാണ്. സർക്കാർ അറിയാതെ നിയമവിരുദ്ധമായി കാടിനുള്ളിൽ നടത്തുന്ന കൃഷിയാണിത്. ഇവന്മാർ ഇതിന്റെയൊക്കെ കാവൽക്കാരാണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ട നിലയ്ക്ക് ഇവന്മാർ നമ്മളെ ജീവനോടെ വിടുമെന്ന് തോന്നുന്നു. ഈശ്വരാ, നമ്മളിൽ എന്ത് ചെയ്യും? അവർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. വരൂ. നിൽക്കവിടെ. അങ്ങനെ മിണ്ടാതങ്ങ് പോയാലോ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. പോകണമെന്ന് നിർബന്ധമാണ്. നീ വിട്ടു. ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്കൊരു അന്തിക്കൂട്ടിനാണ്. എന്താ വിരോധമുണ്ടോ? ഹേയ്, ഒരു വിരോധവുമില്ല. വളരെ സന്തോഷം. ഇതാ, ഇത് കൊണ്ടുപോയി കുടിച്ചോ. വാടി.
ചേട്ടാ വല്ലതും പറ്റിയോ? ഏയ് സാരമില്ല, വരൂ പോകാം.